ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം. അപ്പോൾ അനിയെ അന്വേഷിച്ചിറങ്ങുന്ന ആദർശും നയനയും കാണുന്നത് അനി ബുള്ളറ്റിൻ്റെ മുകളിൽ പോകുന്നതാണ്. അങ്ങനെ വണ്ടി നിർത്തി അനിയനെ ഇറക്കും, കൂടെയുള്ള നയനയും. അപ്പോൾ നയനേനെ അനിയുടെ കൂടെ കാണുന്ന നന്ദനേനെ അനിയുടെ കൂടെ കാണുമ്പോൾ ആദർശനും നയനയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ പറയും, അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയന വന്ന് നന്ദുവിൻ്റെ കരണത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അവർ പറയും, എന്താ നിങ്ങളെ വിചാരം, ഞങ്ങൾ ഇത്ര നേരം തീ തിന്നിട്ടാണ് പോയത്, നിന്നെ കാണാൻ വീട്ടിലുള്ളവർ എന്തുമാത്രം ബുദ്ധിമുട്ട് ചെയ്യുന്നറിയോ, കഷ്ടപ്പെടുമെന്നറിയോ, നീ അതൊന്നും അറിയാണ്ട് നിങ്ങൾ രണ്ടുപേരും ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അല്ല ചേച്ചി, അതല്ല സംഭവിച്ചത് എന്ന് പറയുമ്പോൾ, എന്തല്ല സംഭവിച്ചത് എന്ന് ചോദിച്ച് ചീത്ത പറയാണ് നയന നന്ദുവിനെ. അപ്പോൾ പറയും, ഞാൻ പറയേണ്ട ഒന്ന് കേൾക്ക് എന്ന് പറയും. അപ്പോൾ അനി എടുത്ത വഴിക്ക് പറയും, ഞാൻ വിളിച്ചിട്ടാണ് നന്ദു വന്നത് എൻ്റെ അടുത്തേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പേടിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്താണ് പിന്നെ നന്ദു പറയും, നിങ്ങൾ കള്ളം പറയേണ്ട രണ്ടുപേരും കൂടെ, ഇനി നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നയനെ പിന്നെയും ചീത്ത അറിയാണ്. അപ്പോൾ പറയും, നിനക്കെന്തായാലും നല്ലൊരു ആലോചന വന്നതാണ്, അതെന്തായാലും ഇത് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ നന്ദു പറയും, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമാണ്, അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല കല്യാണം എന്ന് പറയുകയാണ്. എനിക്ക് കല്യാണം പിന്നെ അതൊരു മനസ്സ് പാകതപ്പെടണം ഒരു കല്യാണം കഴിക്കുമ്പോൾ, അല്ലാണ്ട് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടി കഴിക്കുന്നതല്ല കല്യാണം എന്ന് പറയണത്. അപ്പോൾ അത് എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാവരും കൂടെ നിർബന്ധിച്ചെന്ന പോലെ അവൻ്റെ വാക്ക് കേൾക്കാൻ ആരും ഉണ്ടായില്ല, അതുകൊണ്ടാണ് അനാമിക കല്യാണം കഴിക്കേണ്ടി വന്നത്. അപ്പോൾ അതങ്ങനെ പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് പറയും, ശരി, എന്തായാലും നീ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറയണം. നന്ദുവിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയും. അപ്പോൾ പിന്നെ അനിയൻ നിൽക്കുക, നിന്നോട് പറഞ്ഞാൽ മനസ്സിലായി, നിന്നെ കാത്ത അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്, വേഗം ചെല്ലുക എന്ന് പറഞ്ഞാൽ ആദർശ് ചീത്ത പറയാണ് അനിയനെ. അങ്ങനെ നന്ദുവിനെ വലിച്ചു കയറടി വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് നയന നന്ദുവിനെയും വണ്ടി കയറ്റുന്നുണ്ട്. അങ്ങനെ ബാക്ക് സീറ്റിലാണ്. അങ്ങനെ പിന്നെ നന്ദുവിനെ ചീത്ത പറഞ്ഞ് അങ്ങനെ കാറ് കയറ്റിക്കൊണ്ട് വേണം ആദർശവും നയനയും കൂടെ കേട്ടോ. അപ്പോൾ അനിയോട് പറയും, നീ വേഗം വീട്ടിലേക്ക് പോ, അവരെല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യണം, പിന്നെ അച്ഛനോടും അമ്മോടും പറയരുത് എന്ന് പറയുകയാണ്. ഈ വിവരം അച്ഛനോടും അമ്മോടും പറയരുതെന്ന് പറയുമ്പോൾ